മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാൽക്കോവയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ള ഒരു വിഭവമാണിത്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതേപോലത്തെ ഗ്ലാസ്സിന് അര ഗ്ലാസ് നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടീസ്പൂൺ പാൽപ്പൊടി, പിന്നെ പഞ്ചസാര പൊടിച്ചത്. അത് നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പാൽക്കോവ തയ്യാറാക്കേണ്ടത്. നമുക്ക് എത്രത്തോളം പാൽക്കോവ വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാം. പിന്നെ ഞാൻ ഈ പാത്രത്തിലാണ് സെറ്റ് ചെയ്യണത്. ഇതുപോലത്തെ പാത്രമോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തായാലും കുഴപ്പമില്ല. അതിൽ നന്നായിട്ട് നെയ്യ് തടവിയിട്ട് നമുക്ക് വയ്ക്കാം. എന്നിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കാൻ. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ നെയ്യ് മുഴുവനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ബാക്കി ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയായിട്ട് തന്നെ നെയ്യ് നമുക്ക് എടുക്കണം. നെയ്യിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പൊടി നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം, മൈദയുടെ പൊടി. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. നെയ്യിൽ കടന്നിട്ട് വേണം അത് വെന്ത് കിട്ടാൻ. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോയാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും. അതുകൊണ്ട് നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വെന്ത് കിട്ടണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൈയെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. കാരണം ഇത് ഫ്ലെയിം കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കരിഞ്ഞാൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് മാറും. നമ്മൾ ഇത്രയും പണിയെടുത്തതിന് കാര്യമില്ലാതെ പോവും. അതുകൊണ്ട് പതിയെ നമുക്കിത് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കിതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നമുക്കൊരു ക്രീം കളറായിട്ട് വരും ഇത്. അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള നെയ്യും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ചേർക്കാം. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ലൂസായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മൈദയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് കട്ടിയായിട്ട് വരും നമ്മൾ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട്. ഇനി അതൊന്ന് ലൂസായിട്ട് കിട്ടണം. ഒരുപാട് ലൂസാവരുത്. നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തവി വെച്ചിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ വീഴണം, പാത്രത്തിലേക്ക് വീഴണ മാതിരി ആക്കിയെടുക്കണം. വീണ്ടും ഒരു 2-3 മിനിറ്റൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാലാണത് നന്നായിട്ട് വരുന്നത്. ഇത്രയും മതി. ഇത് ശരിയായിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതുപോലെ ആയി കിട്ടും. നമ്മൾ ഈ പാനിൽ നിന്ന് വിട്ട് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് എന്നാലോ നമുക്ക് പാത്രത്തിലേക്ക് ഇങ്ങനെ ഊർന്ന് വീണ മാതിരിയുള്ള പാകത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അതിനി നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാൽപ്പൊടി ചേർത്താലാണ് ഇതിന് ടേസ്റ്റായിട്ട് നന്നായിട്ട് ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഇത് ഞാൻ പഞ്ചസാര ചേർത്ത് ഏലക്ക പൊടിച്ച് വെച്ചതാണ്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് മയത്തിൽ കുഴച്ചെടുക്കണം. ഇനി എടുത്തു വെച്ച പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്താൽ മതി. ഇടയ്ക്ക് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം മധുരത്തിൻ്റെ കാര്യം. നല്ല മധുരത്തിലാണ് നമ്മൾ ഈ പാൽക്കോവ തയ്യാറാക്കി എടുക്കേണ്ടത്. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നതന്നെ ഈ മധുരം കൊണ്ടാണ് ഇത്. അതുകൊണ്ട് മധുരം നന്നായിട്ട് ചേർക്കണം. പഞ്ചസാര പൊടിച്ചതാണ് നമ്മൾ ഈ ഒരു കപ്പ് ഞാൻ എടുത്തത്. പഞ്ചസാര ഡയറക്റ്റ് ചേർക്കരുത്. വീണ്ടും ഞാനൊരു 2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരം കമ്മിയായിട്ട് തോന്നി. ഇത് നന്നായിട്ട് മധുരം വേണം ഈ പാൽക്കോവ ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ഇതുപോലെ നമുക്ക് മയത്തിൽ
കുഴച്ചിട്ട് ഇങ്ങനെയാണ് ആവേണ്ടത്. അപ്പോൾ എല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാൻ വെച്ചുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഒന്നും കൂടിയും നെയ്യ് തടവിയ ശേഷം റെഡിയാക്കാം. ഞാനിത് ആദ്യം കൈ വെച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്കിതിൽ ഗ്യാപ്പൊന്നും വരാതെ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന സ്പൂണിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്താൽ നമുക്കത് നന്നായിട്ട് സെറ്റ് ചെയ്യാം. നമ്മളിത് ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ പാത്രങ്ങൾ ഏതാണോ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ ഇതുപോലെ ഷേപ്പാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അതിത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത് ഒരു ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് ഉറച്ച് കിട്ടുക ഒന്നും വേണ്ട. ഇത് ഇപ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തപ്പോൾ കിട്ടിയത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് എടുത്ത് നോക്കിയതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി കനം കുറച്ചിട്ട് പാത്രത്തിൽ പരത്തിയാലും മതി. അതൊക്കെ പക്ഷേ ഒരു ലേശം കട്ടിയിൽ തന്നെ വേണം നമുക്ക് ഈ പാൽക്കോവ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡും അറ്റം നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് മാറ്റാം. ബാക്കി നമുക്ക് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അവനവൻ്റെ ഇഷ്ടം മാതിരി എടുക്കാൻ. ഡയമണ്ട് കട്ടിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഷേപ്പിൽ കട്ട് ചെയ്യുന്നതിലല്ല ഇതിൽ പ്രധാനം. നമ്മൾ ഈ കൂട്ട് ശരിയാക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ പതുക്കെ വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. കുറച്ച് നേരം നമ്മൾ പതിയെ വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഞാനിപ്പോൾ അതെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഞാൻ ചെറിയ ചതുരത്തിലുള്ള പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ സൈഡൊക്കെ കട്ട് ചെയ്തതാണ് ഈ കുഞ്ഞു കഷ്ണങ്ങളായി കിട്ടിയത്. കണ്ടില്ലേ, നമുക്ക് തൊടുമ്പോഴേ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടുക. എന്നാലാണ് നമുക്ക് ഈ പാൽക്കോവ കഴിക്കാനായിട്ട് നന്നായിട്ടുണ്ടാവുക. ഇതുപോലെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഒരു പീസ് ഞാൻ ഇതുപോലെ മുറിച്ച് കാണിക്കുകയാണ്. കണ്ടോ, എത്ര പെട്ടെന്ന് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. വായിലിടുമ്പോൾ നമുക്കിത് അലിഞ്ഞു പോണ മാതിരിയുള്ള സോഫ്റ്റായിട്ട് വേണം കിട്ടാൻ. നല്ല ടേസ്റ്റിയാണ്. കുട്ടികളും എല്ലാവരും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.